നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് തമിഴകം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഏതായാലും ഡി എം ഡി കെ വിജയകാന്ത് രൂപീകരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ADMK-യുമായാണ് സഖ്യമായി മത്സരിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം തവണയും ADMK ആണ് അവരുടെ സഖ്യമുണ്ടായിരുന്നത്. ഇത്തവണ ആദ്യമായി DMK-യുടെ ഭാഗമായിരിക്കുന്നു DMDK. അതിനുശേഷം ഇപ്പോൾ O പനീർശെൽവം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കാം. കാരണം 2001 ആദ്യം താൻസി ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നത്. അന്ന് സുപ്രീം കോടതിയാണ് ജയലളിതയ്ക്ക് അയോഗ്യത കൽപ്പിക്കുന്നത്. അന്ന് താരതമ്യേന ജൂനിയറായ ആദ്യ തവണ MLA ആയ O പനീർശെൽവത്തെയാണ് മറ്റു പല സീനിയർ നേതാക്കളുമുള്ളപ്പോൾ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അന്ന് ആ മുഖ്യമന്ത്രി കസേര ഉപയോഗിക്കാതെ ആണ് പനീർശെൽവം അക്കാലയളവിൽ ഭരിച്ചിരുന്നത്. അതിനുശേഷം 2015-16 കാലഘട്ടത്തിലാണ് വീണ്ടും അനധികൃത സ്വത്ത് സമ്പാദന കേസായി ജയിലിലേക്ക് പോകുന്നത് ജയലളിത. അന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്ന് O പനീർശെൽവമായിരുന്നു. പക്ഷേ ജയലളിതയുടെ മരണശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ വന്നുവെങ്കിലും ആദ്യം ശശികലയുമായി തർക്കമായി, പിന്നീട് എടപ്പാടി പളനിസ്വാമിയുമായി തർക്കമാവുകയും ഒടുവിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ട വന്നൊരു സാഹചര്യം പോലും OPS-നുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ആണ് മത്സരിച്ചത്. പക്ഷേ NDA സഖ്യം ഇടക്കാലത്ത് അദ്ദേഹം വിട്ടെങ്കിലും പിന്നീട് NDA-യിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോഴേക്കും ADMK NDA-യുടെ ഭാഗമായി. അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റൊരു വഴിയും OPS-ന് മുന്നിലില്ല. ഈ സാഹചര്യത്തിൽ പഴയ ശത്രുവിൻ്റെ കൂടെ അണിനിരക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ O പനീർശെൽവം ഉള്ളത്. ഏതായാലും ഇന്നലെ ഒരു താൽക്കാലിക രാഷ്ട്രീയ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. സാധാരണ കൂടിക്കാഴ്ച മാത്രം എന്നാണ് DMK-യും OPS-ഉം ഒക്കെ തന്നെ വിശേഷിപ്പിച്ചെങ്കിലും അദ്ദേഹം നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. കാരണം സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നൊരു പ്രതികരണം മുൻ ADMK നേതാവ് നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു MLA ഈയപ്പൻ എന്ന് പറയുന്ന MLA ഇന്നലെ സഭയ്ക്കകത്ത് പറഞ്ഞത് വീണ്ടും സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുമെന്നാണ്. അപ്പോൾ OPS-നെ അനുകൂലിക്കുന്നവരുടെയും നിലപാട് എന്തെന്ന് ഈ രണ്ട് പ്രതികരണങ്ങളിൽ വ്യക്തമാണ്.